ദക്ഷിണ കൊറിയയ്ക്ക് ഇനി നല്ല കാലം വരുമോ? ലോകത്തെ അസൂയപ്പെടുത്തുന്ന വിധം പെട്ടെന്ന് വളർച്ചയിലെത്തിയ ദക്ഷിണ കൊറിയയെ നശിപ്പിക്കാനുള്ള കിം ജോങ് ഉന്നിന്റെ പദ്ധതികൾ ഫലം കാണുകയാണോ? മുൻ ദക്ഷിണ കൊറിയൻ ഭരണാധികാരി സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ദക്ഷിണ കൊറിയയോട് കിമ്മിന് ഇത്ര കോപം? രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കി എന്തിനാണ് അയൽരാജ്യത്തെ കിം തകർക്കാൻ ശ്രമിക്കുന്നത്? സമകാലിക ദക്ഷിണ കൊറിയയോട് ചേർത്ത് പതിറ്റാണ്ടുകളുടെ ചരിത്രം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഒടുവിൽ ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് അറസ്റ്റിലായിരിക്കുന്നു. ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സൂക് യോളിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കലാപത്തിന് നേതൃത്വം നൽകിയെന്ന കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ദക്ഷിണ കൊറിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത്. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് എന്ന പദവി അദ്ദേഹം ഇതിലൂടെ സ്വന്തമാക്കി കഴിഞ്ഞു. 1000-ഓളം അഴിമതി വിരുദ്ധ ഉദ്യോഗസ്ഥരും പോലീസുകാരും എത്തിയാണ് യൂനിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം. വസതിക്ക് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഉദ്യോഗസ്ഥരെ യൂണിന്റെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞെങ്കിലും ബലപ്രയോഗത്തിലൂടെ അകത്തു കടക്കുകയായിരുന്നു ഇവർ. ജനുവരി 3-ന് യൂണിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമമുണ്ടായെങ്കിലും അത് വിജയിച്ചില്ല. അന്ന് അറസ്റ്റ് ചെയ്യാനെത്തിയ അഴിമതി അന്വേഷണ ഓഫീസ് ഉദ്യോഗസ്ഥരെ പ്രസിഡന്റിന്റെ അംഗരക്ഷകരും പട്ടാളവും ചേർന്ന് തടയുകയായിരുന്നു. പ്രസിഡന്റിന്റെ വസതിക്ക് ചുറ്റും യൂണിന്റെ അനുയായികൾ തടിച്ചുകൂടിയതോടെ 6 മണിക്കൂറോളം നീണ്ട സംഘർഷത്തിനു ശേഷം വാറന്റ് നടപ്പാക്കാനാകാതെ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. പട്ടാള നിയമം മൂലമുണ്ടായ ഭരണപ്രതിസന്ധിയിൽ വ്യാപക വിമർശനം നേരിടുന്നതിനിടെയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായിരുന്ന യൂൻ സുക് യോളിനെ ഇംപീച്ച് ചെയ്തത്. പാർലമെന്റിൽ എംപിമാർ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിനായി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 204 എംപിമാരാണ് അനുകൂലിച്ചത്. 85 എംപിമാർ എതിർക്കുകയും ചെയ്തു. ഇതോടെ സൂക് യോളിന്റെ എല്ലാ പ്രസിഡൻഷ്യൽ അധികാരങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടു. ഡിസംബർ 3-നാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നത്. എതിർപ്പിനെ തുടർന്ന് ഉടനെ തന്നെ പിൻവലിച്ചുവെങ്കിലും രാജ്യത്ത് അപ്പോഴേക്കും പ്രശ്നം ഉയർന്നിരുന്നു. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ദക്ഷിണ കൊറിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത്. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് ഇദ്ദേഹം. 1000-ഓളം അഴിമതി വിരുദ്ധ ഉദ്യോഗസ്ഥരും പോലീസുകാരും എത്തിയാണ് യൂനിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറഞ്ഞല്ലോ. ഒടുവിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സക് സോൾ പോലീസിന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. ഇതോടെ അറസ്റ്റിലാകുന്ന ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ സിറ്റിംഗ് പ്രസിഡന്റായി യൂൻ മാറുകയും ചെയ്തു. 2024 ഡിസംബറിൽ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ട യൂനിന്റെ പരാജയപ്പെട്ട സൈനിക നിയമവുമായി ബന്ധപ്പെട്ട കലാപത്തിന്റെ ആരോപണങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളെ ഇല്ലാതാക്കാനാണ് താൻ സൈനിക നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങളാണ് നടപടികൾക്ക് പിന്നിലെന്ന് പിന്നീട് തെളിയുകയായിരുന്നു. ഇവിടെ അദ്ദേഹം പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് ഉത്തര കൊറിയയിലെ ഭരണാധികാരി കിം ജോങ് ഉന്നിനെതിരെയാണ്. യൂനിന്റെ അറസ്റ്റോടെ ആഴ്ചകൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്ക് അവസാനമായെങ്കിലും ദക്ഷിണ കൊറിയയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലാണ് ഇപ്പോഴും. രാജ്യത്ത് നിയമവാഴ്ച തകർന്നുവെന്നും പോലീസിന്റെ നടപടികളെ അംഗീകരിക്കില്ലെന്നുമാണ് യൂനിന്റെ അറസ്റ്റിനോടുള്ള പ്രതികരണം. ഇംപീച്ച് ചെയ്യപ്പെട്ട യൂനിനെ പൂർണ്ണമായും നീക്കം ചെയ്യണോ എന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അറസ്റ്റുണ്ടായത്. യൂനിനെ നിലവിൽ ഇംപീച്ച് ചെയ്യുന്നതിന് ഇനിയും മാസങ്ങൾ എടുത്തേക്കാം. ഇംപീച്ച് ചെയ്യപ്പെട്ടാൽ പുതിയ തെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അങ്ങനെയെങ്കിൽ ഇനി ആര് അധികാരത്തിൽ വരും എന്നുള്ള ചോദ്യങ്ങളാണ് ദക്ഷിണ കൊറിയയ്ക്ക് മുന്നിൽ ഉയർന്നു വരുന്നത്. പിടികൊടുക്കാതെ നടന്ന യൂൻ ഒടുവിൽ പോലീസിന് മുന്നിൽ മുട്ടുകുത്തുമ്പോൾ യൂനിന്റെ ഭാവി ഇനി എന്താണുള്ളത് എന്നത് നിർണായകമാണ്. നിലവിലെ അറസ്റ്റിൽ യൂനിന്റെ 48 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വെക്കാനാകൂ. അത് കഴിഞ്ഞാൽ വീണ്ടും പോലീസിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കേണ്ടതായി വരും. പുതിയ വാറന്റ് വന്നാൽ 20 ദിവസം കൂടി യൂനിനെ തടവിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്തുവിടേണ്ട അവസ്ഥ. അന്വേഷണം പുരോഗമിക്കുമ്പോൾ വ്യക്തമായ തീരുമാനങ്ങളില്ലാതെ രാജ്യം അസ്ഥിരതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂനിന്റെ ഇംപീച്ച്മെന്റ് വിചാരണയുടെ ഫലം ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക വിദേശ നയങ്ങൾ ഉൾപ്പെടെ ഭാവിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഉത്തര കൊറിയയാണെന്നാണ് യൂനിന്റെ വാദം. ദക്ഷിണ കൊറിയയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കിം ജോങ് ഉന്നിന് എന്താണ് നേട്ടമെന്ന് തോന്നുന്നില്ലേ? ഇനി പറയുന്നത് അതിനെക്കുറിച്ചാണ്. കിഴക്കൻ ഏഷ്യയിലെ 2 രാജ്യങ്ങളാണ് ഉത്തര കൊറിയയും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയും. ഒരു കാലഘട്ടം വരെ കൊറിയ എന്ന ഒറ്റ രാജ്യമായിരുന്നു ഇത്. ആ കൊറിയ പിളർന്ന് 2ആയി മാറുന്നതിന് മുൻപ് തന്നെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും ആരംഭിച്ചിരുന്നു. സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്തുമ്പോൾ ഒരു വ്യക്തിയോ ഒരു സംഭവമോ ഒന്നുമല്ല ഇരു രാജ്യങ്ങളെയും ഭിന്നിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും ദക്ഷിണ കൊറിയ അഭിമുഖീകരിക്കുന്ന നിലവിലെ പ്രശ്നങ്ങളിൽ ഉത്തര കൊറിയയുടെ നേതാവ് കിം ജോങ് ഉന്നിന് കാര്യമായ പങ്കുണ്ട് എന്നത് വസ്തുതയാണ്. ചരിത്രപരവും രാഷ്ട്രീയപരവും സൈനികവും പ്രത്യയശാസ്ത്രപരമായ ഘടകങ്ങളാൽ രൂപപ്പെട്ട ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ദക്ഷിണ കൊറിയയ്ക്കും അതുപോലെ വിശാലമായ മേഖലയ്ക്കും അസ്ഥിരതയുടെയും സുരക്ഷാ ആശങ്കകൾക്കും കാരണഭൂതനായി ഉത്തര കൊറിയയെ മാറ്റിയെടുത്തിട്ടുണ്ട്. ചരിത്രപരമായിട്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് പറയാം.
ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സംഘർഷത്തിന്റെ വേരുകൾ പിണഞ്ഞുകിടക്കുന്നത് 1950-53 വരെ നടന്ന കൊറിയൻ യുദ്ധത്തിലാണ്. ശീതയുദ്ധ കാലഘട്ടമാണ് ഇതെന്ന് ഓർക്കുക. ഇതെല്ലാം തന്നെ സോവിയറ്റ് യൂണിയന്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെയും മത്സരങ്ങളായിരുന്നു. യുദ്ധാനന്തരം കൊറിയ സമാന്തരമായി 2 സോണുകളായി വിഭജിക്കപ്പെടുന്നു. സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഉത്തര കൊറിയ, മറ്റേ വശത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും പിന്തുണയുള്ള ഒരു സർക്കാരിന് കീഴിൽ ദക്ഷിണ കൊറിയയും രൂപാന്തരപ്പെടുന്നു. 2 കൊറിയകളും വ്യത്യസ്ത രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വ്യവസ്ഥകൾ വികസിപ്പിച്ചെടുക്കുന്നു. കാലക്രമേണ കിം ജോങ് ഉന്നിന്റെ കുടുംബത്തിന്, അതായത് കിം രാജവംശത്തിന് കീഴിലുള്ള ഉത്തര കൊറിയ കർക്കശമായ ഏകാധിപത്യ ഭരണം സ്വീകരിച്ചതോടെ ഈ വ്യത്യാസങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതായി. അതേസമയം ദക്ഷിണ കൊറിയ വിപണി അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയുള്ള ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി വികസിച്ചു വരികയും ചെയ്തു. ഉത്തര കൊറിയയിൽ പ്രചരിച്ച കഥകളിൽ നിന്ന് ദക്ഷിണ കൊറിയ ഭൂമിയിലെ നരകമായി ജനങ്ങൾ വ്യാഖ്യാനിച്ചു. എന്നാൽ വളർച്ച നേടിയത് ദക്ഷിണ കൊറിയയാണെന്ന് പറയാതെ വയ്യ. നമ്മൾ തന്നെ കൊറിയൻ പടങ്ങൾ കണ്ട് കൈയടിച്ചവരല്ലേ? അതെല്ലാം ദക്ഷിണ കൊറിയയുടേതാണ്. എന്നാൽ ഏകാധിപത്യ സ്വഭാവം ഒരു രാജ്യത്തെ എങ്ങനെയാക്കുമെന്നതിന്റെ തെളിവായിരുന്നു കിമ്മിന്റെ ഉത്തര കൊറിയ. പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും പരസ്പരം ശത്രുതയോടും അവിശ്വാസത്തോടും സംശയത്തോടും കൂടിയാണ് പരസ്പരം നോക്കിക്കണ്ടത്. ഉത്തര കൊറിയയുടെ സ്വന്തം വ്യവസ്ഥകൾക്കനുസൃതമായി പുനരേകീകരണത്തിനുള്ള ആഗ്രഹവും പ്രാദേശികമായും ആഗോളമായും സ്വയം ഉറപ്പിക്കുന്നതിനുള്ള ശക്തമായ സൈന്യത്തെ പിന്തുടരുന്നതും ദക്ഷിണ കൊറിയയുടെ സുരക്ഷാ ആശങ്കകളുടെ കേന്ദ്രമാണ്. ഉത്തര കൊറിയയുടെ ഇപ്പോഴത്തെ നേതാവെന്ന നിലയിൽ കിം ജോങ് ഉൻ ഈ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നത് തുടർന്നു വരികയാണ്. ഇത് ദക്ഷിണ കൊറിയ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയ്ക്ക് തുടർച്ചയായ സുരക്ഷാ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആണവായുധങ്ങളുടെ വികസനവും ദീർഘദൂര മിസൈൽ സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള സൈനിക കഴിവുകൾ ഉത്തര കൊറിയ ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ റഷ്യയിൽ നിന്നും ഉത്തര കൊറിയയ്ക്ക് കിട്ടുന്ന പിന്തുണയും വളരെ വലുതാണ്. കിം ജോങ് ഉൻ നിരവധി മിസൈൽ പരീക്ഷണങ്ങൾക്കും ആണവ സ്ഫോടനങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ ലംഘിക്കുക മാത്രമല്ല, മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൈനിക സംഘട്ടനത്തിന്റെ ഭീഷണി ദക്ഷിണ കൊറിയയുടെ നിരന്തരമായ ആശങ്കയായി തുടരുകയാണ്. 2018 പാൻ മുൻജോം പ്രഖ്യാപനം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും മുൻപ് ചർച്ചയിൽ ഏർപ്പെടുകയും സമാധാന കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ട് പോലും ഉത്തര കൊറിയയിൽ നിന്നുള്ള സൈനിക പ്രകോപനങ്ങൾ, പ്രത്യേകിച്ച് കിം ജോങ് ഉന്നിന്റെ കീഴിൽ ഈ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ, കൂടുതൽ പണം ഇതിലേക്ക് ചെലവഴിക്കാൻ, അതായത് സൈനിക കാര്യത്തിലേക്ക് ചെലവഴിക്കാൻ ദക്ഷിണ കൊറിയയെ സമ്മർദ്ദത്തിലാക്കി. കിം ജോങ് ഉന്നിന്റെ ഭരണത്തെ അതിന്റെ സൈനിക ഭീഷണികളുടെ ലെൻസിലൂടെ വീക്ഷിക്കുമ്പോൾ ദക്ഷിണ കൊറിയയിലേക്ക് വ്യാപിക്കുന്ന ഉത്തര കൊറിയയുടെ മാനുഷിക പ്രശ്നങ്ങൾ പരിഗണിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഉത്തര കൊറിയൻ ജനത കടുത്ത അടിച്ചമർത്തൽ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളുടെ അഭാവം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവയിൽ കഷ്ടപ്പെടുന്നവരാണ്. സംസാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കുക, ജയിൽ ക്യാമ്പുകളിൽ പലരെയും നിർബന്ധിത ജോലിക്ക് വിധേയരാക്കുക എന്നിവ ഉൾപ്പെടെ ജനസംഖ്യയുടെ മേൽ ഭരണകൂടം കർശനമായ നിയന്ത്രണം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഉത്തര കൊറിയ വിട്ട് ദക്ഷിണ കൊറിയയിലേക്ക് മാറുന്നുണ്ട്. മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി രാജ്യം വിടുന്നതിലേക്ക് ഇവരെ നയിച്ചു. അവരിൽ പലരും ദക്ഷിണ കൊറിയയിലാണ് എത്തിപ്പെട്ടത്. ദക്ഷിണ കൊറിയ വർഷങ്ങളായി 10,000-കണക്കിന് ഉത്തര കൊറിയയിൽ നിന്ന് എത്തിയവരെ സ്വീകരിച്ചിട്ടുണ്ട്. അവർ ഒരു ജനാധിപത്യ മുതലാളിത്ത സമൂഹത്തിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പാർപ്പിടം, ഭക്ഷണം, സാമ്പത്തിക സഹായം എന്നിവ നൽകി സംരക്ഷിക്കാൻ ഭരണകൂടം തയ്യാറായി. എന്നിരുന്നാലും ഈ കടന്നുകയറ്റം അഭയാർത്ഥികൾക്കും ദക്ഷിണ കൊറിയൻ സമൂഹത്തിനും സാമൂഹികവും മാനസികവുമായ വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. സാമ്പത്തികപരമായി ദക്ഷിണ കൊറിയയ്ക്ക് മേൽ വലിയ ടെൻഷൻ ഉണ്ടാക്കാൻ ഉത്തര കൊറിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ മുൻനിര സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ദക്ഷിണ കൊറിയ എന്നറിയാമല്ലോ. എന്നാൽ ഉത്തര കൊറിയയുമായുള്ള സംഘർഷത്തിന് കാര്യമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത് നിക്ഷേപത്തെ നിരുത്സാഹപ്പെടുത്തുകയും വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ. കൂടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആയുധ മത്സരത്തിനും സൈനിക തയ്യാറെടുപ്പിനും ഗണ്യമായ സൈനിക ചെലവും ആവശ്യമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ നട്ടം തിരിയേണ്ട അവസ്ഥയിലാണ് ദക്ഷിണ കൊറിയ. ആ കൂട്ടത്തിലേക്കാണ് രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥയും ആഗതമായിരിക്കുന്നത് എന്നോർക്കണം. എന്തായാലും കിമ്മിന്റെ കോപം ഇതുകൊണ്ടൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.